വെൽക്കം ടു ഫിസിയോ ക്യാപ്സ്യൂൾ. ഞാൻ ഹുസ്ന ഹുസൈൻ, ഫിസിയോതെറാപ്പിസ്റ്റാണ്. SWD ആണ് ഈ വീഡിയോയുടെ ടോപ്പിക്ക്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഉദ്ദേശിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ടൈം മാർക്കിങ്സ് കിട്ടും. ആദ്യം എന്താണ് SWD എന്നൊരു ഔട്ട്ലൈൻ പറയാം. ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉപയോഗിച്ച് 3 തരത്തിലുള്ള വേവ്സ് ഉണ്ടാക്കാൻ കഴിയും. ഷോർട്ട് വേവ്സ്, മൈക്രോവേവ്സ് ആൻഡ് ലോങ് വേവ്സ്. ഈ വേവ്സ് ഉപയോഗപ്പെടുത്തി ഡീപ്പ് ടിഷ്യൂസിന് ഹീറ്റ് കൊടുക്കാൻ കഴിയും. ഔട്ടർ ടിഷ്യൂസ് ഹീറ്റ് ആവാതെ തന്നെ. ഇതിന് പറയുന്നത് ഡയാതെർമി എന്നാണ്. ഷോർട്ട് വേവ്സ് യൂസ് ചെയ്യുമ്പോൾ ഷോർട്ട് വേവ് ഡയാതെർമി. ഈ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁷ to 10⁸ ഹെർട്സ് ആണ്. ഷോർട്ട് വേവ്സിൻ്റെ വേവ് ലെങ്ത് 30 മീറ്ററിൻ്റെയും 3 മീറ്ററിൻ്റെയും ഇടയിലായിട്ടാണ്. തെറാപ്യൂട്ടിക്കലി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി 27.12 ഹെർട്സും വേവ് ലെങ്ത് 11 മീറ്ററുമാണ്. ഷോർട്ട് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന് പിന്നിലെ പ്രിൻസിപ്പിൾസും സർക്യൂട്ടും നമുക്ക് ആദ്യമൊന്ന് മനസ്സിലാക്കാം. ആദ്യം കുറച്ച് പോയിന്റ്സ് മനസ്സിൽ വയ്ക്കണം, അതിനുശേഷം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. 1. കണ്ടൻസറിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വഴി മാത്രമേ ഹൈ ഫ്രീക്വൻസി വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. 2. ഹൈ ഫ്രീക്വൻസി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിലെ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും മിനിമലായിരിക്കണം. ബാക്കി പോയിന്റ്സ് വഴിയേ പറയാം. ഈ സർക്യൂട്ടിന് 2 പാർട്സ് ഉണ്ട്, മെഷീൻ സർക്യൂട്ടും പേഷ്യൻ സർക്യൂട്ടും. മെഷീൻ സർക്യൂട്ടിൻ്റെ പാർട്ടായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ട്രാൻസ്ഫോമേഴ്സ്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും, ഫിലമെൻറ്റും ഗ്രിഡും പ്ലേറ്റും കൂടിയ ഒരു ട്രയോഡ്, പിന്നെ ഓസിലേറ്ററി കോയിലും കണ്ടൻസർ അഥവാ കപ്പാസിറ്റർ വരുന്ന ലോവർ പോർഷൻ. ഈ ലോവർ പോർഷനെ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയും. ട്രയോഡിൻ്റെ വാൽവും ഈ ഓസിലേറ്ററി സർക്യൂട്ടും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും കൂടി വരുന്ന ഭാഗത്തിനെ ആനോഡ് സർക്യൂട്ട് എന്ന് പറയും. ഇനി നേരത്തെ പറഞ്ഞ പോയിന്റ്സിലെ 3rd പോയിന്റ്, ഈ ആനോഡ് സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിലമെൻറ്റ് പാർട്ടിലെ ചാർജ് നെഗറ്റീവ് ആവണം, അതുപോലെ ഗ്രിഡ് വാൽവിലെ ചാർജ് പോസിറ്റീവ് ആവണം. ഓസിലേറ്ററി കോയിലിൻ്റെ അടുത്തായിട്ട് AB എന്ന് മാർക്ക് ചെയ്തൊരു കോയിലുണ്ട്. അതിൻ്റെ എൻഡ് ഗ്രിഡിലും മറ്റേ എൻഡ് ഗ്രിഡ് ലീക്കിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഗ്രിഡ് ലീക്ക് എന്നത് ഫിലമെൻറ്റ് പാർട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. EF എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡക്റ്റർ കോയിലും വേരിയബിൾ കപ്പാസിറ്ററും കൂടി വരുന്ന പാർട്ടാണ് പേഷ്യൻ സർക്യൂട്ട് അഥവാ റെസൊണേറ്റർ സർക്യൂട്ട്. വേരിയബിൾ കപ്പാസിറ്റർ എപ്പോഴും പേഷ്യൻ ടെർമിനലിന് പാരലായിട്ടാണ് ഉണ്ടാവുക. ഇനി പോയിന്റ് നമ്പർ 4, പേഷ്യൻ സർക്യൂട്ടും മെഷീൻ സർക്യൂട്ടും റെസൊണൻസിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ട്യൂൺ ചെയ്ത് ഇൻഡക്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ രണ്ടിലും സെയിം എമൗണ്ട് കറണ്ട് ഉണ്ടാവുള്ളൂ. ഇനി സർക്യൂട്ട് നോക്കാം. മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന കറണ്ട് 2 ട്രാൻസ്ഫോമേഴ്സിൻ്റെയും പ്രൈമറി കോയിൽസിലേക്ക് എത്തും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിൽ അത് 20 to 25% ആയിട്ട് കുറയും. ആ കറണ്ട് ഫിലമെൻറ്റിലേക്ക് എത്തി ഫിലമെൻറ്റിനെ ഹീറ്റ് ചെയ്യും. അങ്ങനെ തെർമിയോണിക് എമിഷൻസ് ഉണ്ടാവും. ഈ കറണ്ട് പിന്നെ വാൽവിലൂടെ പാസ് ചെയ്യും. ഈ സമയത്ത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിൽ 4000 വോൾട്ട്സ് വരെയായി കൂടിയ കറണ്ട് ആനോഡ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. 3rd പോയിന്റ് ഓർമ്മയില്ലേ? ഫിലമെൻറ്റ് നെഗറ്റീവും ആനോഡ് വാൽവ് പോസിറ്റീവും ആയിരിക്കുമ്പോഴേ ഈ ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫിലമെൻറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് വാൽവിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പിന്നീട് CD എന്ന ഓസിലേറ്റർ കോയിൽ വഴി തിരിച്ച് ഫിലമെൻറ്റിലേക്ക് എത്തും. C to D ഡയറക്ഷനിലാണ് ഈ ഫ്ലോ. ഓസിലേറ്ററി കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ AB എന്ന ഇൻഡക്റ്റർ കോയിൽ ഇരിക്കുന്നുണ്ട്. അതിൽ B to A ഡയറക്ഷനിൽ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ആവും. ഈ ബാക്ക് EMF ആനോഡ് സർക്യൂട്ട് സ്റ്റോപ്പ് ആക്കും. എങ്ങനെ? ഗ്രിഡിലേക്ക് തിരിച്ച് ഇലക്ട്രോൺസിനെ എത്തിക്കുകയും അങ്ങനെ ഫിലമെൻറ്റിൽ നെഗറ്റീവ് ചാർജ് അല്ലാതാവുകയും ചെയ്യും. ഫിലമെൻറ്റ് നെഗറ്റീവ് അല്ലാതാവുമ്പോൾ ആനോഡ് സർക്യൂട്ട് സ്റ്റോപ്പായി. ഇപ്പോൾ കപ്പാസിറ്റർ XY ചാർജ്ഡ് ആണ്. ഈ ബാക്ക് EMF ഫുള്ളി സ്റ്റോപ്പ് ആവുന്ന ടൈമിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവാൻ തുടങ്ങും. മീനിങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് D to C ഡയറക്ഷനിൽ ഓസിലേറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അത് AB എന്ന ഇൻഡക്റ്റർ കോയിലിൽ A to B ഡയറക്ഷനിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫിലമെൻറ്റ് വീണ്ടും നെഗറ്റീവ് ചാർജായി മാറും. അങ്ങനെ ആനോഡ് സർക്യൂട്ട് വീണ്ടും ഓൺ ആവും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസി കറണ്ട് ഉണ്ടാവും. ഇത് പേഷ്യൻറ്റിലേക്ക് എത്താൻ വേണ്ടി ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലായിട്ട് തന്നെ ഇരിക്കുന്ന EF എന്ന ഇൻഡക്റ്റർ കോയിൽ ഹെൽപ്പ് ചെയ്യും. 2 സർക്യൂട്ടും റെസൊണൻസിലായതുകൊണ്ട് സെയിം ഫ്രീക്വൻസിയിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് അത് പേഷ്യൻ്റ് ടെർമിനലിലേക്ക് എത്തിക്കും. ഇത്രയേ ഉള്ളൂ സർക്യൂട്ട്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. മോഡ്, ഷോർട്ട് വേവ്സിനെ
രണ്ട് മോഡിൽ പേഷ്യൻസിന് കൊടുക്കാൻ കഴിയും. കണ്ടിന്യൂസ് ആയിട്ട്, 2 പൾസ്ഡായിട്ട്. അതായത് ഇടയിൽ റെസ്റ്റ് ടൈം കൂടി ആഡ് ചെയ്തുകൊണ്ട്. ഇങ്ങനെ പൾസ്ഡായി കൊടുക്കുന്നതാണ് തെറാപ്യൂട്ടിക്കലി മോർ എഫക്റ്റീവ്. ഇതിനെ പൾസ്ഡ് ഡയാതേർമി അല്ലെങ്കിൽ ഡയാ പൾസ് എന്നാണ് പറയുക. ഇൻഡിക്കേഷൻസും കോൺട്രാ ഇൻഡിക്കേഷൻസും എല്ലാം SWD തന്നെയാണ്. മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ 2 തരത്തിലാണ് നമുക്ക് SWD അപ്ലൈ ചെയ്യാൻ കഴിയുക. കണ്ടൻസർ ഓർ കപ്പാസിറ്റർ മെത്തേഡ്, കേബിൾ മെത്തേഡ്. കണ്ടൻസർ ഫീൽഡ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോഡ്സും പേഷ്യൻ്റ് ടിഷ്യൂവും കൂടി കപ്പാസിറ്ററായിട്ട് വർക്ക് ചെയ്യും. കേബിൾ മെത്തേഡിലാവുമ്പോൾ അത് ഇൻഡക്റ്റൻസ് ആയിട്ടാണ് മാറുക. ഈ 2 സിറ്റുവേഷൻസിലും റെസൊണൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്യൂട്ടിൽ ഒരു വേരിയബിൾ കപ്പാസിറ്റർ കൊടുത്തിട്ടുള്ളത്. ഓരോന്നും എടുത്തു നോക്കാം. കണ്ടൻസർ ഓർ കപ്പാസിറ്റർ മെത്തേഡ്. ട്രീറ്റ് ചെയ്യേണ്ട ഭാഗത്തിന് 2 സൈഡ്സിലുമായിട്ട് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തുകൊണ്ട് ആണ് ഈ മെത്തേഡിലൂടെ SWD അപ്ലൈ ചെയ്യുക. ഈ ഇലക്ട്രോഡ്സിലേക്ക് കറണ്ട് വരുമ്പോൾ അതിനിടയിലായിട്ട് റാപ്പിഡായി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവും. ഇത് ഇവനായി ട്രീറ്റ് ചെയ്യേണ്ട ടിഷ്യൂസിലൂടെ പാസ് ചെയ്യിക്കുക എന്നതാണ് നമ്മുടെ എയിം. 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇലക്ട്രോഡ്സിനെ സെലക്ട് ചെയ്യുന്നതും പ്ലേസ്മെൻറ്റ് തീരുമാനിക്കുന്നതും. ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ്, സൈസ് ഓഫ് ഇലക്ട്രോഡ്സ്, സ്പേസിംഗ് ഓഫ് ഇലക്ട്രോഡ്സ്, പൊസിഷനിങ് ഓഫ് ഇലക്ട്രോഡ്സ്. ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്. 3 തരത്തിലുള്ള ഇലക്ട്രോഡ്സ് അവൈലബിൾ ആണ്. പാഡ് ഇലക്ട്രോഡ്, പ്ലേറ്റ് ഇലക്ട്രോഡ് ആൻഡ് ഡിസ്ക് ഇലക്ട്രോഡ്. കോമൺ ആയി യൂസ് ചെയ്യുന്നത് മെറ്റൽ പ്ലേറ്റ്സ് ആണ്. അതിനെ എന്തെങ്കിലും ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് റബ്ബർ ഓർ പ്ലാസ്റ്റിക്. ഇലക്ട്രിക് ചാർജസിന് എഡ്ജസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എപ്പോഴും. അത് കണക്കിലെടുത്തുകൊണ്ട് ഈ പ്ലേറ്റ്സിൻ്റെ എൻഡ് കുറച്ച് കോൺവെക്സ് ആയിട്ടാണ് കാണാറ്. ഇവനായി ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സൈസ്. ഇലക്ട്രോഡ്സിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഇലക്ട്രോഡ്സും ട്രീറ്റ് ചെയ്യുന്ന ഏരിയയുടെ കുറച്ച് വലുതായിരിക്കണം. 2ഉം ഈക്വൽ സൈസുമായിരിക്കണം. സ്പേസിങ്. 2 ഇലക്ട്രോഡ്സും പേഷ്യൻ്റ് ടിഷ്യൂവിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലായിരിക്കണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പേഷ്യൻ്റ് ടിഷ്യൂ സെൻട്രൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. മെഷീൻ പെർമിറ്റ് ചെയ്യുന്ന വിഡ്ത്ത് എത്ര വരെയാണോ അത്രയും സ്പേസിങ് കൊടുക്കാവുന്നതാണ്. പൊസിഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് തിയറി ഇതാണ്. ഇമ്പിഡൻസ് ഹൈ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ ട്രീറ്റ് ചെയ്യാനാണെങ്കിൽ ഇലക്ട്രോഡ്സും പേഷ്യൻ്റ് ടിഷ്യൂവും ട്രാൻസ്വേഴ്സ്ലി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇമ്പിഡൻസ് കുറവുള്ള സ്ട്രക്ചേഴ്സിന് വേണ്ടിയാണെങ്കിൽ ഇലക്ട്രോഡ്സും പേഷ്യൻ്റ് ടിഷ്യൂസും പാരലായി വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഫാറ്റും ഫൈബ്രസ് ടിഷ്യൂ ആണ് ഇമ്പിഡൻസ് കൂടുതലുള്ള സ്ട്രക്ചർ. ബ്ലഡും മസിലുമാണ് ഇമ്പിഡൻസ് കുറഞ്ഞ സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു എക്സാമ്പിൾ കൂടി പറയാം. നീ ജോയിൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ജോയിൻറ്റിലേക്കാണ് ഹീറ്റ് വേണ്ടതെങ്കിൽ ഇലക്ട്രോഡ്സ് എങ്ങനെ വെക്കണം? നീ ജോയിൻറ്റിന് മീഡിയലും ലാറ്ററലുമായിട്ട് വെക്കണം. ഇനി സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിയാണ് നീ ജോയിൻറ്റിലെ പ്രോബ്ലം. അതിന് ഹീറ്റ് കിട്ടാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ നീ ജോയിൻറ്റിന് ആൻറ്റീരിയറും പോസ്റ്റീരിയറുമായിട്ട് വെക്കണം. കോമൺ ആയിട്ട് 4 രീതിയിലാണ് പ്ലേസ് ചെയ്യാറ്. കോപ്ലാനാർ, കോൺട്രാപ്ലാനാർ, മോണോപ്ലാനാർ, ക്രോസ് ഫയർ. ഓരോന്നായിട്ട് നോക്കാം. കോപ്ലാനാർ. ഒരുപാട് ഡീപ്പ് അല്ലാത്ത സ്പൈൻ പോലുള്ള സ്ട്രക്ചേഴ്സിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാറ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇലക്ട്രോഡ്സ് എത്ര വിഡ്ത്തിലാണോ സ്പേസ് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ഇലക്ട്രോഡ്സ് തമ്മിലുണ്ടായിരിക്കണം. ഈ മെത്തേഡിനെ പാരലൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയും. കോൺട്രാപ്ലാനാർ. ഹിപ്പ് ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ് അങ്ങനെയുള്ള ഡീപ്പർ സ്ട്രക്ചേഴ്സിനെ ട്രീറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ലിംസിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന രീതിയിലാണ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുക. അതായത് ഒന്നുകിൽ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ആയിട്ട്, അല്ലെങ്കിൽ മീഡിയൽ ആൻഡ് ലാറ്ററൽ ആയിട്ട്. മോണോപോളാർ. ഇവിടെ ഒന്നുകിൽ ഒരു ഇലക്ട്രോഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് വളരെ ദൂരെയായിട്ട് പ്ലേസ് ചെയ്യും. ഇവിടെ ഒരു റേഡിയൽ എഫക്റ്റാണ് ഉണ്ടാവുക. സ്പേസിങ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ സൂപ്പർഫിഷ്യൽ ഹീറ്റിംഗ് വേണ്ട കേസസിലാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ക്രോസ് ഫയർ. കോൺട്രാപ്ലാനാറിൽ പറഞ്ഞതുപോലെ ആൻഡ്രോ പോസ്റ്റീരിയർ അല്ലെങ്കിൽ മീഡിയോ ലാറ്ററൽ ആയിട്ടാണ് പ്ലേസ്മെൻറ്റ് വരുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പകുതി ടൈമിൽ ആൻഡ്രോ പോസ്റ്റീരിയർ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അടുത്ത പകുതിയിൽ മീഡിയോ ലാറ്ററൽ പ്ലേസ്മെൻ്റ് ആയിരിക്കും മാറും. നീ ജോയിൻറ്റിനെയും പെൽവിക് ഓർഗൻസിനെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാറ്. കേബിൾ മെത്തേഡ്. ഇവിടെ നല്ല തിക്ക് ഇൻസുലേറ്റഡ് ആയ കേബിൾസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട പാർട്ടിൽ ചുറ്റി വയ്ക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേബിൾസിൻ്റെ 2 എൻഡിലും വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ആവും.
സെൻട്രൽ പാർട്ടിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും ഡെവലപ്പ് ആവും. വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ടിഷ്യൂസിൽ ഫോം ചെയ്യുന്ന എഡി കറൻസ് ആണ് ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ടിഷ്യൂസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയാം കേട്ടോ. കേബിൾ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ഒരു എൻ്റയർ ഏരിയയിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ ഈ മെത്തേഡാണ് നല്ലത്. 2, ട്രീറ്റ് ചെയ്യേണ്ട ഏരിയ ഇറഗുലർ ആണെങ്കിൽ. 3, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഹീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് വേണ്ടാത്ത സിറ്റുവേഷൻസിൽ കേബിൾ മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ മെത്തേഡിൽ എയർ സ്പേസിംഗ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ടിഷ്യൂസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. മെറ്റീരിയൽസ് 3 തരത്തിലുള്ള സ്വഭാവമാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനോട് കാണിക്കുക. അവരുടെ സ്വഭാവം അനുസരിച്ച് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രോലൈറ്റ്സ് ഇങ്ങനെ നെയിം ചെയ്യാം. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്ന ആളാണ്. അവിടെ ആറ്റോമിക് ലെവലിൽ നടക്കുന്നത് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കലാണ്. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ എളുപ്പം ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ഓസിലേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകും. ഇൻസുലേറ്റേഴ്സ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഡിസ്പ്ലേസ്ഡ് ആവാതെ അവിടെ മോളിക്യൂൾസ് ഡിസ്റ്റോർട്ടഡ് ആകും. ഇതിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവാറുണ്ട്. ലാസ്റ്റ്ലി ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചാർജഡ് പാർട്ടിക്കിൾസ് ആണ്, അതായത് അയോൺസും ഡൈപോൾസും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അയോൺസിന് എന്ത് സംഭവിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഡൈപോൾസ് എന്ത് ചെയ്യും? അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രോഡ്സിനായിട്ട് അലൈൻമെൻറ്റിൽ വന്ന് നിൽക്കും. ഇങ്ങനെയാണ് ടിഷ്യൂസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 3 അല്ലാതെ വേറൊരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് മെറ്റീരിയലിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് പോളറൈസേഷൻ ഉണ്ടാവും. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജീനെ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. കൺഫ്യൂസിങ് ആണോ? ഒന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിന് സ്വന്തമായിട്ട് കുറച്ച് ഇലക്ട്രിക് എനർജി സേവ് ചെയ്യാൻ കഴിയും. അതിൻ്റെ മെഷറാണ് ഈ പറഞ്ഞത്. എനിവേ, ബ്ലഡ് ആൻഡ് മസിൽ ടിഷ്യൂസിന് ഈ പറഞ്ഞ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലാണ്. ഫാറ്റിനും ഫൈബ്രസ് ടിഷ്യൂസിനും ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറവാണ്. മുമ്പ് ഇമ്പിഡൻസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഇമ്പിഡൻസിൻ്റെ ലെവൽ. ഇതിനെന്താ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സിന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബോഡി ടിഷ്യൂ അറേഞ്ച്മെൻറ്റ്. ലൈൻസ് ഓഫ് ഫോഴ്സിന് പാരലൽ ആയിട്ടാണ് ബോഡി ടിഷ്യൂസ് ഉള്ളതെങ്കിൽ ലോ ഇമ്പിഡൻസ് ഉള്ള സ്ട്രക്ചറിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. അതുപോലെ ഹീറ്റ് പ്രൊഡക്ഷനും മാക്സിമം ആയിരിക്കും. മറിച്ചാണെങ്കിലോ, അതായത് ലൈൻസ് ഓഫ് ഫോഴ്സിന് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് ബോഡി ടിഷ്യൂസ് അലൈൻ ആയിട്ടുള്ളതെങ്കിൽ ഫീൽഡ് ഡെൻസിറ്റിയും ഹീറ്റ് പ്രൊഡക്ഷനും കൂടുതലായിട്ട് കിട്ടുന്നത് ഹൈ ഇമ്പിഡൻസ് ഉള്ള സ്ട്രക്ചേഴ്സിലായിരിക്കും. ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് SWD. ജനറലായിട്ട് കുറച്ച് പോയിന്റ്സ് പറയാം. SWD ബോഡി ടിഷ്യൂസിൽ ഉണ്ടാക്കുന്ന മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഹീറ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഹെഡിങ്ങിൽ പറയാൻ പോകുന്നത് ഹീറ്റ് പ്രൊഡക്ഷൻ കൊണ്ട് സംഭവിക്കുന്ന ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. വാൻ ഹോഫ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏത് കെമിക്കൽ റിയാക്ഷനെയും ടെമ്പറേച്ചർ കൂട്ടുന്നതിലൂടെ ആക്സിലറേറ്റ് ചെയ്യാം. ഈ 2 പോയിന്റ്സിൽ നിന്ന് ഇനി പറയാൻ പോകുന്ന ചേഞ്ചസ് അണ്ടർസ്റ്റുഡ് ആണല്ലോ. നമുക്ക് നോക്കാം. 1, എഫക്ട്സ് ഓൺ മെറ്റബോളിസം. ആനബോളിസവും കാറ്റബോളിസവും കൂടും. ടിഷ്യൂസിലേക്ക് ഓക്സിജൻ സപ്ലൈയും ന്യൂട്രീഷണൽ സപ്ലൈയും കൂടും. വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ റിമൂവലും കൂടും. ഇതിൻ്റെ എല്ലാം ടോട്ടൽ എഫക്റ്റായിട്ട് ഡാമേജ്ഡ് ടിഷ്യൂസിൻ്റെ ഹീലിങ്ങും പെട്ടെന്ന് നടക്കും. എഫക്ട്സ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ. ഇവിടെ വാസോ ഡൈലേഷൻ ഉണ്ടായിട്ടാണ് ബ്ലഡ് സപ്ലൈ കൂടുന്നത്. കൂടാതെ സൂപ്പർഫിഷ്യൽ നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്നതുകൊണ്ട് ആർട്ടീരിയോൾസിൽ റിഫ്ലക്സ് ഡയലേഷൻ കൂടി നടക്കുന്നുണ്ട്. അതും ബ്ലഡ് സപ്ലൈ കൂടുന്നതിന് കാരണമാണ്. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ന്യൂട്രീഷൻ്റെയും ഓക്സിജൻ്റെയും സപ്ലൈയും വേസ്റ്റ് റിമൂവലും കൂടും. ഒപ്പം എൻസൈം ട്രാൻസ്പോർട്ട് കൂടി സ്പീഡപ്പ് ആവുന്നുണ്ട്. എഫക്ട്സ് ഓൺ നെർവ് ടിഷ്യൂസ്. ഹീറ്റ് കൊണ്ട് നെർവ് ടിഷ്യൂസിൽ ഒരു സെൻസ് ഓഫ് സെഡേഷനാണ് ഉണ്ടാവുക. പെയിൻ്റെ ത്രെഷോൾഡ് കൂട്ടാനും വേദന അറിയുന്നത് അങ്ങനെ കുറയ്ക്കാനും കഴിയും. എഫക്ട്സ് ഓൺ മസിൽ ടിഷ്യൂസ്. മസിൽസിൻ്റെ കോൺട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തും. കൂടാതെ മസിൽ റിലാക്സേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എഫക്റ്റ് ഓൺ സ്വെറ്റ് ഗ്ലാൻഡ്സ്. സ്വാഭാവികമായിട്ടും സ്വെറ്റ് പ്രൊഡക്ഷനും കൂടുതലായിരിക്കും. ഇനി തെറാപ്യൂട്ടിക് എഫക്ട്സ് നോക്കാം. ഫിസിയോളജിക്കൽ എഫക്ട്സ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി തെറാപ്യൂട്ടിക്കൽ എഫക്ട്സ് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതിയാവുമെന്ന് തോന്നുന്നു.
ഇൻഫ്ലമേഷൻസ് പെട്ടെന്ന് റിസോൾവ് ആകും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനോട് കൂടുതൽ ഫൈറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് SWD വഴി പോസിബിൾ ആവും. പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. മസിൽ ടിഷ്യൂസിൽ മസിൽ സ്പാസം റിസോൾവ് ചെയ്യുന്നതിന് സഹായിക്കും. ട്രോമാറ്റിക് കണ്ടീഷൻസിൻ്റെ കേസിൽ ഇൻഫ്ലമേഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അവിടെ സർക്കുലേഷൻ കൂടുകയും ട്രോമയുടെ മാനേജ് ചെയ്യാനുള്ള എല്ലാ ഫാക്ടേഴ്സും സ്പീഡപ്പ് ആവുകയും ചെയ്യും. ഹീലിങ്ങിൻ്റെ ടൈം കുറയ്ക്കുകയും ചെയ്യും. ഏതൊക്കെ കേസസിലാണ് SWD ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. ജസ്റ്റ് കണ്ടീഷൻസ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. PA ഷോൾഡർ, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, ലംബാർ സ്പോണ്ടൈലോസിസ്, ലോ ബാക്ക് ഏക്ക്, OA ഹിപ്പ്, OA knee, സയാറ്റിക്ക, ലിഗമെന്റ് ഇഞ്ചുറീസ്, പ്ലാന്റർ ഫേഷ്യേറ്റിസ്, സാൽപിഞ്ചൈറ്റിസ്. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയാം. അതും ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഓപ്പൺ വൂണ്ട് ഓർ ഹെമറേജ്, മെറ്റൽ ഇൻ ടിഷ്യൂസ്, ഡിസ്റ്റർബ്ഡ് സ്കിൻ സെൻസേഷൻ, വീനസ് ത്രോംബോസിസ് ഓർ ത്രോംബോഫ്ലെബൈറ്റിസ്, arterial diseases, menstruations, pregnancy, tumor, deep X-ray or cobalt therapy, children, mentally retarded patients, unconscious patients, epileptic patients, uncooperative patients. ലാസ്റ്റ്ലി SWD കൊണ്ടുണ്ടാവാൻ ഇടയുള്ള പോസിബിൾ ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ബേൺസ്. പല കാരണങ്ങൾ കൊണ്ട് ബേൺസ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റഡ് ആയാൽ, കറണ്ട് ഫ്ലോ കൂടുതലായാൽ, ബ്ലഡ് ഫ്ലോ ഇമ്പയർഡ് ആണെങ്കിൽ, സ്കിന്നിന് സെൻസിറ്റിവിറ്റി കൂടുതലാണെങ്കിൽ, അതുപോലെ ലീഡ്സ് സ്കിന്നിൽ ടച്ച് ചെയ്താലൊക്കെ ബേൺസ് സംഭവിക്കും. സ്കാൽസ്. മോയ്സ്റ്റ് ഹീറ്റിൽ നിന്നുണ്ടാകുന്ന ബേൺ ആണ് സ്കാൽസ്. ഇലക്ട്രിക് ഷോക്ക്, ഓവർഡോസ്, ഗാംഗ്രീൻസ് പ്രസിപ്പിറ്റേറ്റഡ് ആവാം, ഫെയിനസ്, ഗിഡിനെസ്, ഹിയറിംഗ് എയ്ഡിനോ പേസ് മേക്കറോ പോലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഡാമേജ് സംഭവിക്കാം. ഡാമേജ് ടു അതർ എക്യുപ്മെൻറ്റ്സ്. Thank you for watching the video. Stay connected.